ഹലോ, എല്ലാവരും സുഖമായിരിക്കണോ? അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ നിങ്ങൾ കെൻറ്റിലെ ഡോവർ കാണാനാണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം അല്ലേ. യുണൈറ്റഡ് കിങ്ഡത്തിൽ സൗത്ത് ഈസ്റ്റേൺ പാർട്ടിലെ ഏറ്റവും എഡ്ജിലെ എൻഡാണ് ഈ പറയുന്ന ഡോവർ. ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് ക്ലിഫ് കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഞാനും കൃഷ്ണയും കൂടി ട്രെയിനിലാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊരു ചേട്ടൻ, ഒരു മലയാളി ചേട്ടൻ, പരിചയമുള്ള ഒരാൾ നമ്പർ തന്നപ്പോൾ ഒരു മലയാളി ചേട്ടന്റെ കാറിൽ കയറിയാണ് ഇവിടം വരെ എത്തിയത്. നമ്മളിന്ന് പുള്ളി ഒരു 8 പൗണ്ടാണ് മേടിച്ചത് കേട്ടോ. അവിടെ ഇറങ്ങി കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി നടപ്പ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് സൈഡ് വ്യൂസിലായിട്ട് നമുക്ക് കപ്പലുകളും അതേപോലെ തന്നെ ഫെറീസും എല്ലാം നമുക്ക് വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. സംഭവം ഇറങ്ങി നടക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത് ഇംഗ്ലണ്ടിൽ നിന്നും ഫ്രാൻസ് ദൃശ്യമാകുന്ന ഒരു സൈറ്റ് കൂടിയാണ്. ഇവിടെ നിന്നും ഒരു 21 മൈല് മാത്രം അകലെയാണ് ഫ്രാൻസ്. അപ്പൊ തന്നെ നമുക്ക് ഈ ഒരു പ്ലേസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇറ്റ്സ് എ കൺട്രി ബോർഡർ. 2 രാജ്യങ്ങളുടെ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇത്. ഇവിടെ ഒരുപാട് ഫെറീസ് വന്നിറങ്ങുന്നുണ്ട്. വലിയ വലിയ കപ്പലുകളും അതേപോലെ തന്നെ ആ പാസേജിലൂടെ പോകുന്ന ഒരുപാട് ഫെറീസും നമുക്കിവിടെ ദൃശ്യമാകാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് ഹൈക്കിങ്ങിന് പോകുന്നതിന് മുന്നേ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളായിട്ടുള്ള യൂറിൻ ഫെസിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് എന്തെങ്കിലും കഴിച്ച് കുടിച്ച് ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തൊട്ടടുത്ത് കണ്ട ഒരേ ഒരു കഫേ ആയിരുന്നു ഇത്. ഇത് അടയ്ക്കാൻ ഇനി ഒരു അരമണിക്കൂറേ ബാക്കിയുള്ളൂ. പക്ഷേ നമ്മൾ അവിടേക്ക് കയറി. ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് അതിൻ്റെ അകത്തേക്ക് കയറുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഈ ബീച്ചും അതേപോലെ തന്നെ അവിടെ വരുന്ന കപ്പലുകളും ദൃശ്യമാകുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടിയും ഒരു ഫ്രഞ്ച് കൾച്ചറിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. UK പോലും കൂടുതലായിട്ടും ഫ്രഞ്ച് ഡിഷസ് ആണ് ഈ ഒരു കഫേയിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഒരുപാട് പാസ്ട്രീസും അതേപോലെ തന്നെ ഫ്രഞ്ചിലെ കരകൗശല വസ്തുക്കളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഞങ്ങളിവിടെ കയറി നോക്കിയപ്പോൾ ഒരുപാട് ഐറ്റംസ് കണ്ടു. ഇതൊക്കെ പിന്നീട് വാങ്ങാമെന്നുള്ളൊരു ധാരണയിൽ നമ്മൾ ഒരു അടവ് പറഞ്ഞ് തൽക്കാലത്തേക്ക് ആ വാങ്ങുന്ന ഒരു പരിപാടിയിൽ നിന്നും സ്കിപ്പായി. ഞങ്ങൾ ഓർഡർ ചെയ്ത പ്രകാരം ഫുഡ് വന്നു. നമ്മൾ കുറച്ച് പാസ്ട്രീസും അതേപോലെ തന്നെ പോർക്ക് സോസേജും ഐസ്ക്രീമും ചോക്ലേറ്റും ഡ്രിങ്ക്സും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് 1-2 ബ്രൗണീസൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതെല്ലാം കഴിച്ച് ബാക്കി വന്ന ചോക്ലേറ്റും അവിടെ നിന്ന് തന്നെ ഫില്ല് ചെയ്ത വാട്ടറുമായിട്ട് നമ്മൾ ഹൈക്കിങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ കാണുന്നത് ഐസായിട്ട് നമ്മളവിടെ നടന്നു തുടങ്ങി. നമ്മൾ കയറുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു 4:30-5 മണി ആ ഒരു ടൈമിനോട് അടുത്തുള്ള സമയമാണ്. സോ ആ ഒരു ടൈമിൽ നമ്മളവിടെ കയറുന്നതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ പീക്ക് സമ്മർ ആയതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ഒരുപാട് പേരെ നമുക്കവിടെ കാണാൻ സാധിക്കും. അവരെല്ലാം നേരത്തെ പോയതാണ്. ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ കാരവൻസ് ഒരുപാട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് കൂടെ ഞാൻ നടന്നു തുടങ്ങി. ഞാനിങ്ങനെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു കടലിൻ്റെ ദൃശ്യങ്ങൾ കുറച്ചും കൂടി മനോഹരമായിട്ട് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ വീഡിയോ മൊത്തം കണ്ടു തീർക്കുക. അപ്പോൾ നമ്മൾ ഓരോ കാഴ്ചകളും കണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതികഠിനമായ വെയിലായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെള്ളം കുടിച്ച് അതേപോലെ തന്നെ ഒരു സെൽഫ് ഹൈഡ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ പതുക്കെ നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗേറ്റുകൾ ദൃശ്യമാകുന്നുണ്ട്. അപ്പോൾ ഇത് തുറന്നു. ഇവൾക്ക് മേടിച്ചു കൊടുത്ത ഐസ്ക്രീം ഇവള് ഇടയിൽ കൂടെ നടന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞില്ലേ, നമ്മളെ നാട്ടിലെ ചൂട് പോലെയല്ല. ചില ടൈമിൽ ഇവിടുത്തെ ചൂട് ഭയങ്കര ഇൻറ്റൻസ് ആണ്. എനിക്ക് ഏറെക്കുറെ ഒരു പാലക്കാട്ടിലൊരു ചൂടിൻ്റെ ആ ഒരു തീവ്രത അനുഭവപ്പെടാറുണ്ട് പലപ്പോഴും. ഇതിപ്പോൾ ഇവിടെ സമ്മറിൽ തന്നെ ഏറെക്കുറെ വൈൻഡിങ് അപ്പ് സ്റ്റേജ് ആയതുകൊണ്ട് ഈ ഒരു ചൂടിന് അധികകാലം ഇവിടെ നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ പതുക്കെ സ്പ്രിങ്ങിനും ഓട്ടത്തിനും അത് കഴിഞ്ഞ് വിന്ററിനും വഴിമാറുന്നതായിരിക്കും ഈ ഒരു ക്ലൈമറ്റ്. ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ സൈഡിൽ കൂടെ ഒരുപാട് പേര് നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളെപ്പോലെ തന്നെ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളവർ വളരെ കുറവായിരുന്നു. കാരണം ഓൾറെഡി എല്ലാവരും നേരത്തെ കയറിപ്പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്നു തുടങ്ങി. കാഴ്ചകൾ കണ്ട് നടന്നു തുടങ്ങി. കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ സൈഡിലായിട്ട് വിസിബിൾ ആവുന്നുണ്ട് നിങ്ങൾക്ക് ബീച്ചസ്. ഇപ്പുറത്തെ ഭാഗത്തായിട്ട് നമുക്ക് ഹിൽസും കാര്യങ്ങളും അതേപോലെ തന്നെ ക്ലിഫ് നമുക്ക് ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴാണ് നമുക്ക് വിസിബിൾ ആയി തുടങ്ങിയത്. ഫസ്റ്റ് സൈറ്റിൽ തന്നെ വളരെയധികം അട്രാക്റ്റീവ് ആയിരുന്നു ക്ലിഫ്. ഞങ്ങളുടെ ട്രാവൽ ലൈഫിൽ ഞങ്ങൾ പോയിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സൈറ്റ്സ്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൈറ്റ്സ് അങ്ങനെ തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. എന്നിട്ട് കുറച്ച് നേരം നമ്മളിരുന്ന് ഈ സൈറ്റ്സിന്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി ഒപ്പിയെടുക്കാനായിട്ട് ഇതിന്റെ ഏരിയൽ വ്യൂ നിങ്ങൾക്ക് കാണിക്കണം. അപ്പോൾ നിങ്ങളിനി കാണാൻ പോകുന്നത് ഇതിന്റെ ഏരിയൽ വ്യൂവിൽ ഞാൻ എടുത്ത
ചില ഡ്രോൺ ഷോട്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രോൺ ഷോട്ട്സ് എടുക്കാൻ വേണ്ടി ഞാൻ റിസ്ക് ചെയ്തിരിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഡ്രോൺ തന്നെയാണ്. ബിക്കോസ് ഇവിടെ നമുക്ക് ഒരു ജിയോ തെർമൽ ഏരിയ ആയതുകൊണ്ട് ഡ്രോൺ പറപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അവരെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ഇറ്റ്സ് എ ബോർഡർ ഷെയറിങ് ഏരിയ ഞാൻ പറഞ്ഞു നേരത്തെ, അപ്പോൾ അവരെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ നമുക്ക് അത്യാവശ്യം നല്ല റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ വള്ളിയാവും. സോ ഹിയർ വി ഗോ. നമ്മളിത് ഡ്രോണിൽ പൊങ്ങി തുടങ്ങി. ഈ ഒരു കാണുന്ന ഈ മലയുടെ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, ഇത് മൊത്തം ചോക്കാണ്. ചെറിയ ചെറിയ മെറൈൻ ഫോസിൽസ് വെച്ച് ഫോം ആയിട്ടുള്ള മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് ആയിട്ട് ഫോം ആയിട്ടുള്ള ചോക്ക് കൊണ്ടുള്ള ഒരു മലയാണിത്. ഏറെക്കുറെ 350 അടി ഉയരം, ഏറെക്കുറെ 110 മീറ്റർ ഓളം ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന കാഴ്ചകളുടെ കൂടെ തന്നെ നിങ്ങൾക്ക് പൊട്ടുപോലെ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാഴ്ചയും കൂടി ഉണ്ട്. ഇവിടെ പറന്ന് നീങ്ങുന്ന ഡക്ക് പോലുള്ള ഒരു പറവകളാണത്. കാണാൻ ദൃശ്യമാകാൻ സാധിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ബട്ട് അത് അതിമനോഹരമായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സീ വ്യൂ, നല്ല നീല കളറിലുള്ള വെള്ളവും അതിൻ്റെ മുകളിലുള്ള നീല തെളിഞ്ഞ ആകാശവും അതിൻ്റെ സൈഡിൽ ഈ കാണുന്ന ഈ ഒരു വൈറ്റ് ക്ലിഫും, ഇതാണ് ഇതിൻ്റെ ഏറ്റവും മേജർ അട്രാക്ഷൻ. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്നും കണ്ണെടുക്കാനേ തോന്നിയില്ല. കുറേ നേരം ഞങ്ങൾ ഈ ഒരു കാഴ്ച തന്നെ നോക്കി നിന്നു. അത് ഏരിയൽ ഷോട്ട്സിൽ ഇങ്ങനെ പറത്തുമ്പോൾ നമ്മൾ അത് പകർത്തിയെടുക്കുമ്പോൾ വളരെയധികം പേടിച്ചാണ് ഞാനത് ചെയ്തത്. എന്നാൽ പോലും എനിക്ക് ഇത്രയും ഷോട്ട്സ് ഒക്കെ കിട്ടിയിരുന്നു. അതിനൊക്കെ ഗൈസ് നമ്മളങ്ങനെ ഹൈക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഹൈക്കിംഗ് എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ളൊരു കയറ്റമല്ല, എന്നാൽ പോലും നല്ല ബുദ്ധിമുട്ടാണ് കയറാൻ. ബട്ട് എനിക്ക് ഹൈക്കിംഗ് ഇഷ്ടമാണ്. ഞാനത് ചെയ്യാൻ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റികളിലൊന്നാണ് ഹൈക്കിങ്. അപ്പോൾ അത്യാവശ്യം കയറാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇറങ്ങുമ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ട് എനിക്ക് ചെറിയൊരു വേദന വരാറുണ്ട്. ഇതിനല്ല ഒരു പിടുത്താണത്. അതെനിക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ്. ഞാൻ ഇറങ്ങുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷെ കയറാൻ ഞാൻ എങ്ങനെ വേണമെങ്കിലും കയറും, കുഴപ്പമില്ല. ഇടയ്ക്കൊക്കെ ഒന്ന് ഇരുന്ന് വെള്ളം കുടിച്ച്, ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻ്റൊക്കെ അടിച്ച് മുകളിൽ പോയിട്ട് കുറച്ച് നേരം ആ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കണം എന്നുള്ളതായിരുന്നു പിന്നീട് എനിക്ക് തോന്നിയൊരു കാര്യം. കാരണം നമ്മളത് വന്നപ്പോൾ അങ്ങനെ ഒരു കാര്യം ഓർത്തിരുന്നെങ്കിൽ ഞാനൊരു ടെൻ്റ് ഓർഡർ ചെയ്ത് എന്തായാലും കുറച്ച് ഒരു സ്റ്റേക്കേഷൻ പോലെ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ എനിക്ക് തോന്നിയാനെ. എത്തിയപ്പോഴേക്കും നല്ല ഉഷ്ണമായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി ആകെ വേർത്ത് കുളിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് കാഷ്വൽ ഡ്രസ്സ് ഇട്ടിട്ട് പിന്നീടുള്ള വാക്കിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സെല്ലാം ഞാൻ ആ ഒരു വഴിയിൽ വെച്ച് ഞാൻ ഉപേക്ഷിച്ചു ഗൈസ്. ഈ ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങൾ എനിക്ക് വേണ്ട, ഞാനത് ഉപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ നഗ്നനായി നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സെല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അവിടുത്തെ വ്യൂസൊക്കെ ആസ്വദിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്തു. അതിൻ്റെ POV വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ കുറച്ചധികം ഫോട്ടോസ് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വീഡിയോസും. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മുടെ റീലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ ചാനൽ ആഫ്റ്റർ ഇഫക്ട്സ് ഒന്ന് ഫോളോ ചെയ്യാം. എവിടെ പോയാലും ഷാറുഖ് ഖാൻ്റെ ഒരു പോസ് മസ്റ്റ് ആണല്ലോ. സോ ഞാൻ ഒരു ഷാറുഖ് ഖാൻ്റെ ഒരു ചെറിയ ഒരു ആക്ഷൻ കാണിക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ അവിടെ കാണുന്നത്. ചുമ്മാ പട്ടിഷോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനും മറന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഉറുമ്പിൻ്റെ ഒരു ആക്രമണം ഉണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് UK വന്നിട്ട് എനിക്ക് ഉറുമ്പിൻ്റെ ആക്രമണം ഉണ്ടാവുന്നത്. നമ്മൾ വെച്ച ബാഗ് വെച്ച സ്ഥലത്ത് നിറച്ച് ഉറുമ്പ്, എന്തോ ഒരു ഇൻസെക്റ്റ് ആയിരുന്നു. സോ അതെൻ്റെ ഷൂസിൻ്റെ ഇടയിലും അവിടെ ഇവിടെയൊക്കെ കയറിയിരുന്നു. അപ്പം ഞങ്ങൾ പതുക്കെ ഷൂ ഒക്കെ അഴിച്ച് അതിനുള്ളിൽ നിന്നൊക്കെ തട്ടിക്കുടഞ്ഞ് എൻ്റെ അഴിച്ചു വെച്ച പാൻറ്റിലും അതേപോലെ തന്നെ എൻ്റെ ആ ക്ലോത്ത്സിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് ഉറുമ്പ് കയറിയിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് നൈസായിട്ട് എൻ്റെ മേത്തും കയറി കുറച്ച്. അതൊക്കെയും ഒന്ന് വൃത്തിയാക്കുന്ന ഒരു പോർഷനാണ് നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. നൈസായിട്ട് ഞാൻ എൻ്റെ ഷൂസ് എല്ലാം അഴിച്ച് അതൊക്കെ ഒന്ന് കുടഞ്ഞ് ആ ഏരിയയിൽ നിന്ന് നമ്മുടെ ഐറ്റംസ് എല്ലാം മാറ്റി വെച്ച് പിന്നെ പതുക്കെ അവിടെ ട്രൈപോഡ് സെറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസ് എടുത്തു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കണ്ണിലേക്ക് വെളിച്ചം വരുന്ന ഒരു സിറ്റുവേഷൻ വന്നു തുടങ്ങി. പക്ഷെ എനിക്ക് വേണ്ടത് ഇതൊന്നുമല്ല. എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ നോക്കി കാണുന്ന ഏറ്റവും അടിപൊളി ഒരു സിനാരിയോ, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല, അത് ഈ ഷൂട്ട് ചെയ്യുന്നവരെല്ലാവരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ നോക്കി കാണുന്ന ഏറ്റവും അടിപൊളി സിനാരിയോ എന്ന് പറയുന്നത് ഗോൾഡൻ ലൈറ്റ് ആയിരിക്കും. സോ ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു, എത്ര നേരം വൈകിയാലും ആഹാരം ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും ഗോൾഡൻ ലൈറ്റ് വന്നിട്ട് അതിൽ നിന്നുമുള്ള ഫോട്ടോസും അതേപോലെ തന്നെ ഡസ്ക് ആൻഡ് ഡൗണിലെ
ഈവനിങ് പിക്ചേഴ്സും എടുക്കാണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ നമ്മളതിന് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. ഇവിടെ ഒരു ടെൻ്റൊക്കെ അടിച്ചിരുന്നെങ്കിൽ അടിപൊളിയാണ് അല്ലേ, നല്ല രസമുണ്ട്. ഇവിടെ ടെൻ്റൊക്കെ അടിച്ച് കുറച്ച് നേരം ഇരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കാനും. അപ്പം നമുക്ക് ഈ വെയിൽ കുറേയൊക്കെ ഒന്ന് ഇറാഡിക്കേറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ നമുക്കതിപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. വെയിൽ കുറച്ച് കരിഞ്ഞു പോയി, കുറച്ച് ടാൻ അടിച്ചു. എന്നാൽ പോലും വന്ന പർപ്പസ് അതിമനോഹരമായിട്ടുള്ള കുറച്ച് വീഡിയോസ് എടുക്കലായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ വ്യൂ എൻജോയ് ചെയ്യലും രണ്ടും വളരെ ഭംഗിയായി തന്നെ നടന്നു. ഞങ്ങള് അവിടെ കുറച്ചധികം നേരം നിന്നിട്ട് ആ വ്യൂ ആസ്വദിച്ചു. പക്ഷെ ദോഷം പറയരുതല്ലോ, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ആ ഒരു ചൂടിന്റെ അതികഠിനമായിട്ടുള്ള ആ ഒരു ഇന്റൻസിറ്റി നമുക്ക് ഫീൽ ചെയ്തില്ല. എനിവേ ചൂടുണ്ട്, ബട്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 360 ആംഗിളിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കുറച്ചും കൂടിയും എന്താ പറയുക, ഇതിൻ്റെ ആ ഒരു ഭംഗി വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാ 360 ക്യാമറ സ്വയം AI ആയിട്ട് എടുത്തു തന്നിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ എടുക്കുന്നതല്ല. ഇപ്പോൾ AI ആയിട്ട് തന്നെ നമ്മൾ ട്രാക്ക് ചെയ്ത് ആ ക്യാമറ തന്നെ നമുക്ക് ആവശ്യമുള്ള ദൃശ്യങ്ങളെല്ലാം തരും. ഇതൊരു പ്രൊമോഷൻ അല്ല, ബട്ട് ഇറ്റ്സ് എ ബെസ്റ്റ് ട്രാവൽ ക്യാമറ. അടിപൊളി ട്രാവൽ ക്യാമറയാണ്. ട്രാവലിംഗ് പർപ്പസിന് ഓൾ യു നീഡ് ഈസ് ദിസ് ക്യാമറ. നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ പർപ്പസും നടക്കുമല്ലോ. നമ്മൾ വലിയൊരു ക്യാമറയും കഴുത്തി തൂക്കി പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് നമ്മുടെ പർപ്പസ്. നമുക്ക് വ്ളോഗിങ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും ആക്ഷൻസ് ആണെങ്കിലും അഡ്വഞ്ചേഴ്സ് ആണെങ്കിലും എല്ലാ പരിപാടിയും ആ ഒരു ക്യാമറയിൽ കൂടെ തന്നെ നമുക്ക് സാധ്യമാകുന്നതാണ്. ഇവൾക്കും ചൂടെടുത്തോണ്ട് ഇവള് പതുക്കെ ഇവളുടെ ഷർട്ടെല്ലാം അഴിച്ച് ഇവൾ അത്യാവശ്യം അവിടെ കാറ്റ് കൊള്ളുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഹൈഡ്രേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പിന്നെ അവിടെ നിന്ന് ഡ്രോൺ പറപ്പിക്കാൻ വേണ്ടി ഞാൻ ഡ്രോൺ എടുത്തു. അപ്പോൾ അതിനിടയിൽ തന്നെ നമ്മുടെ ഡ്രോൺ ചേട്ടന്റെ ബാറ്ററി ഒക്കെ ഏറെക്കുറെ ഡിമ്മായി തുടങ്ങിയിരുന്നു. പിന്നെ അത് കടലിൽ വീണ് പോകണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ തന്നെ നൈസായിട്ട് അവനെ സൈഡാക്കി. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് തമാശകളും കാര്യങ്ങളെല്ലാം പറഞ്ഞ് സ്പെൻഡ് ചെയ്തു. പക്ഷേ വൺസ് ഇവിടെ സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയപ്പോൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു നമ്മളുടെ ക്യാമറയിൽ പിന്നീട് കിട്ടിയത്. അത് എത്രത്തോളം ഭംഗിയിൽ ഒപ്പിയെടുക്കാൻ എനിക്ക് സാധിച്ചു എന്ന് എനിക്കറിയില്ല. എനിവേ അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോന്റെ ടെയിൽ എൻഡിൽ ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല ദാഹമായിരുന്നു എന്ന്. ഇടയ്ക്കിടയ്ക്ക് ഹൈഡ്രേറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ വെള്ളം ഇതോടുകൂടി തീരെയാണ് കേട്ടാ. വെള്ളം തീർന്നു കേട്ടാ, കുടിച്ച് തീർത്തു. ഞാൻ തന്നെയാണ് മുക്കാഭാഗം കുടിച്ച് തീർത്തത്. ഇവളാ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കഴിച്ചു. അതൊന്നും എനിക്ക് ആവശ്യമില്ല, കാരണം കയറുന്നതിന് മുന്നേ ആവശ്യമായിട്ടുള്ള ഫുഡ് ഫ്യൂവല് ഞാൻ ഫില്ല് ചെയ്യാറുണ്ട്. അതിപ്പോ ഹൈക്കിങ്ങിന് പോവാണെങ്കിലും മൗണ്ടൻ നമ്മൾ ബൈക്കിൽ പോവാണെങ്കിലും ഞാനത് ഫില്ല് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, സൺസെറ്റ് അതിമനോഹരമാണെന്ന്. നോക്കിയേ, നമ്മളിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ സൺസെറ്റിന്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ, സൂപ്പറായിട്ടുണ്ടായിരുന്നു. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് ആ ഒരു ഏരിയയിലേക്ക് അത് താഴ്ന്നു പോകുമ്പോൾ ഇതിന്റെ പിറകിലൂടെ കുറെ പക്ഷികൾ ഇങ്ങനെ കൂട്ടമായിട്ട് അവരുടെ വീട് പറ്റാനായിട്ട് അല്ലെങ്കിൽ അവരുടെ മരം പറ്റാനായിട്ട് അവർ പോകുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. അത് വളരെ മനോഹരമായിരുന്നു. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു അത്. ഇവള് അവിടെ നിന്ന് ഇറങ്ങി ഇവൾ അവിടെ പോയിട്ട് കുറെ പൂവിന്റെയും പുഷ്പത്തിന്റെ ഒക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ അങ്ങനത്തെ വലിയ താല്പര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ സൺസെറ്റ് പകർത്താനായിട്ട് കുറെ ടൈം ഞാൻ എടുത്തു. ഇപ്പൊ നമ്മളിപ്പോൾ അതൊക്കെ ഇറങ്ങി തുടങ്ങുമ്പോഴും നമുക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ക്ലിഫ് വിസിബിൾ ആണ്. അങ്ങനെ നമ്മൾ ഇവളുടെ വെള്ളത്തിന്റെ കുപ്പിയുടെ ഏറെക്കുറെ മുക്കാഭാഗവും ഫിനിഷായി. 2 കുപ്പി വെള്ളവും ഞങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു ഗൈസ്. നമ്മളിപ്പോ മലയുടെ മുകളിൽ നിന്നിട്ട് ആ ഒരു സീനറി ഒന്നും കൂടി പകർത്തുകയാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ ഇടയ്ക്ക് നമ്മൾക്ക് ക്രാക്ക് പോലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ കാലിൻ്റെ ഉള്ളിൽ അത് പറ്റും, അല്ലെങ്കിൽ കാല് അതിൻ്റെ ഉള്ളിൽ പോവും. ചില ക്രാക്സ് ഒക്കെ നല്ല ഡീപ്പായിരുന്നു, അതിനുള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും കാലൊടിയും ഉറപ്പായിട്ടും. ഡോവർ നമുക്ക് അടുത്തായതുകൊണ്ടും പീക്ക് ഡിസ്ട്രിക്റ്റ് എന്നുള്ള പ്ലാൻ നടക്കാത്തതുകൊണ്ടും ഡോവർ നമുക്ക് അടിപൊളി ഒരു അനുഭവമായിരുന്നു. അപ്പുറത്ത് കാണുന്നത് ഫ്രാൻസ് ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഡോവർ ട്രിപ്പ്. അപ്പോൾ ഫ്രാൻസിൻ്റെ ചെറിയ ഒരു ഭാഗം വ്യൂ ആവുന്ന UK തന്നെ എൻഡ് പോയിൻ്റ് ആയിരുന്നു നമ്മളിപ്പോൾ കണ്ടത്. ഞങ്ങളുടെ ട്രിപ്പിങ്ങിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസസ്. അപ്പോൾ എനിവേ നമ്മുടെ ഈ വ്ളോഗ് കണ്ടതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനും കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിനും എല്ലാവരോടും ഒരുപാടധികം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ വ്ളോഗ് കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പം നമ്മൾ അടുത്ത വ്ളോഗിൽ പുതിയ കുറച്ച് വിശേഷങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. സോ എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗൈസ്.